ക്രിസ്തുവിൽ വാത്സല്യമുള്ളവരെ, പ്രത്യക്ഷീകരണ തിരുനാളിൽ സാധാരണ നാം ശ്രവിക്കുന്ന വചനഭാഗം ഏവർക്കും സുപരിചിതമായ ജ്ഞാനികളുടെ സന്ദർശനമാണല്ലോ. മത്തായി 2:1-12 വരെ വാക്യങ്ങൾ. ഈ വചനഭാഗത്തെക്കുറിച്ചുള്ള ഒരു ലഘുവ്യാഖ്യാനം നൽകുകയാണ്. ജ്ഞാനികൾ ശിശുവായ യേശുവിനെ ബെത്ലഹേമിൽ സന്ദർശിക്കുന്നു. ജ്ഞാനികൾ ഇംഗ്ലീഷിലെ മജായി, ഗ്രീക്കിലെ മജോയി എന്നതിൽ നിന്നും ഉരുത്തിരിഞ്ഞിട്ടുള്ളതാണ്. ജ്യോത്സ്യർ, മാന്ത്രികർ എന്നിങ്ങനെ ഈ വാക്കിന് അർത്ഥമുണ്ട്. രാജാക്കന്മാർ എന്ന അർത്ഥം യഥാർത്ഥത്തിൽ ഈ പദത്തിന് ഇല്ല. പിൽക്കാലത്ത് ക്രിസ്തുമസ് കഥകളുമായി ബന്ധപ്പെടുത്തുന്ന സങ്കീർത്തനം 72, ഏശയ്യ 60 മുതലായവയിൽ നിന്നുമാകാം രാജാക്കന്മാർ എന്ന വിശേഷണം മജായി എന്ന പദത്തിന് ലഭിച്ചത്. പേർഷ്യൻ അഥവാ ബാബിലോണിയൻ പുരോഹിത ഗണത്തിൽ ഉൾപ്പെടുന്ന ജ്ഞാനികൾ ജ്യോതിഷത്തിലും സ്വപ്ന വ്യാഖ്യാനത്തിലും പ്രഗത്ഭരായിരുന്നുവെന്ന പാരമ്പര്യവും നിലനിൽക്കുന്നുണ്ട്. ജ്ഞാനികൾ അന്യദേശത്തു നിന്ന് വരുന്നവരാകയാൽ വിജാതീയ ലോകത്തെ അവർ പ്രതിനിധാനം ചെയ്യുന്നു. അവർക്ക് നിയമത്തിന്റെ അഥവാ തോറയുടെ വെളിപ്പെടുത്തൽ ലഭ്യമായിരുന്നില്ല. ഒരു പ്രകാശത്തെ നോക്കിക്കൊണ്ട് അവർ ജെറുസലേമിലേക്ക് വരുന്നു. അവരുടെ ലക്ഷ്യം നവജാതനായ രാജാവിന് ആരാധന അർപ്പിക്കുക എന്നതാണ്. ജ്ഞാനികൾ പിന്തുടരുന്നത് ഒരു നക്ഷത്രത്തെയാണ്. ഈ നക്ഷത്രത്തെ ഒരു സ്വാഭാവിക ഭൗമശാസ്ത്ര പ്രക്രിയയായി ചിത്രീകരിക്കുവാനുള്ള ശ്രമങ്ങൾ പല ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഈ നക്ഷത്രത്തെ ദൈവത്തിൻ്റെ ഇടപെടലിലൂടെ അത്ഭുതാവഹമായ ഒരു ഘടകമായി ആണ് മത്തായി സുവിശേഷകൻ തൻ്റെ ശ്രോതാക്കൾക്ക് നൽകുന്നത്. കാരണം ജ്ഞാനികൾ ജെറുസലേമിലായിരിക്കുമ്പോൾ ഈ നക്ഷത്രം നിശ്ചലമാകുന്നു. തുടർന്ന് അവരെ ബെത്ലഹേമിലേക്ക് നയിക്കുന്നു. മാത്രമല്ല, അവിടെ ശിശുവായ യേശു കിടക്കുന്ന നിശ്ചിത സ്ഥാനത്ത് നക്ഷത്രം നിലകൊള്ളുന്നു. വിജാതീയ വിശ്വാസത്തിൽ പുതിയ രാജാവിൻ്റെ ജനനം ആകാശ നക്ഷത്രങ്ങളിലെ മാറ്റങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുമ്പോൾ, യഹൂദ പാരമ്പര്യത്തിൽ യാക്കോബിൽ നിന്നും പുറപ്പെടുന്ന നക്ഷത്രവുമായി സംഖ്യ 24:17 ഇത് ചേർന്ന് നിൽക്കുന്നു. നക്ഷത്രവും ജ്ഞാനികളുമായി പാരമ്പര്യവും വിശ്വാസവും ഇത്തരത്തിൽ ബന്ധപ്പെട്ട് കിടക്കുമ്പോൾ മത്തായിയെ സംബന്ധിച്ചിടത്തോളം ദൈവശാസ്ത്രപരമായ ഒരു കാഴ്ചപ്പാടുണ്ട്. യേശുവിലൂടെ ദൈവം ഒരുക്കിയിരിക്കുന്ന രക്ഷ സകല ജനതയ്ക്കും വേണ്ടി ഉള്ളതാണ്. യേശുവിൻ്റെ ജനനത്തിനും ജ്ഞാനികളുടെ സന്ദർശനത്തിനും ദൈവീകമായ ഇടപെടൽ ഉള്ളപ്പോഴും അവയ്ക്ക് ലൗകികതയും കൈവരുന്നുണ്ട്. ഹെറോദേസ് ഈ ലൗകികതയാണ് പ്രതിനിധീകരിക്കുന്നത്. മഹാനായ ഹെറോദേസ് രാജാവ് ഒരു ഇതുമയ വംശജനാണ്. റോമാക്കാരുടെ സഹായത്തോടെ സൈനിക നടപടിയിലൂടെ യഹൂദരെ ആക്രമിച്ച് ജെറുസലേമിൽ അദ്ദേഹം വാഴുകയാണ്. രക്തച്ചൊരിച്ചിലൂടെയും റോമാക്കാരുടെ സഹായത്തോടെയും അധികാരം കൈയടക്കിയ ഹെറോദേസിന്റെ ഭരണത്തോട് യഹൂദ ജനതയ്ക്ക് അമർഷവും വിദ്വേഷവും ഉണ്ടായിരുന്നു. വാസ്തുകലയോടും നിർമ്മാണ കലയോടും ആഭിമുഖ്യം കാണിച്ചിരുന്ന ഹെറോദേസ്
ജെറൂസലേം ദേവാലയവും പുനരുദ്ധരിച്ചതും അതിനെ വിപുലമാക്കിയതും ചരിത്രത്തിൽ ഇടം പിടിച്ചിട്ടുണ്ട്. ചരിത്രത്തിലെ ഹെറോദേസ് എങ്ങനെയായിരുന്നാലും മത്തായി വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് ഈ കഥയിലെ ഹെറോദേസ് എന്ന കഥാപാത്രത്തിന്റെ പ്രതികരണത്തെയാണ്. ഒരു പുതിയ രാജാവ് ജനിച്ചുവെന്ന് കേൾക്കുമ്പോൾ അസ്വസ്ഥമായ പ്രതികരണമാണ് ഹെറോദേസിൽ നിന്നും ഉണ്ടാകുന്നത്. ഹെറോദേസ് എന്ന കഥാപാത്രത്തിന്റെ മനഃശാസ്ത്രത്തെ അപഗ്രഥിക്കാനല്ല മത്തായി ശ്രമിക്കുന്നത്, മറിച്ച് യേശുവിന്റെ വരവോടെ സംജാതമാകുന്ന രണ്ട് രാജ്യങ്ങൾ, ദൈവരാജ്യവും ലൗകിക രാജ്യവും തമ്മിലുള്ള സംഘർഷമാണ്. ഹെറോദേസിനോടൊപ്പം ജെറൂസലേം മുഴുവനും അസ്വസ്ഥമാകുന്നതായി മത്തായി സൂചിപ്പിക്കുമ്പോൾ, രാജാവിനോടൊപ്പം യഹൂദ സംസ്കാരത്തിന്റെ തലസ്ഥാന നഗരിയായ ജെറൂസലേമും യേശുവിന്റെ ക്രിസ്തുത്വത്തെ തിരസ്കരിക്കുന്നുവെന്ന് അർത്ഥമാക്കുന്നു. യേശുവിന്റെ പീഡാനുഭവത്തെ മത്തായി ഇവിടെ മുന്നിൽ കാണുകയാണ്. പുതിയ രാജാവിന്റെ ജനനത്തോടുള്ള ഹെറോദേസിന്റെ പ്രതികരണം ഇപ്രകാരമായിരുന്നുവെങ്കിലും നവജാതനായ രാജാവിനെ അന്വേഷിച്ചുള്ള ജ്ഞാനികളുടെ യാത്ര തുടരുകയായിരുന്നു. ഇപ്പോൾ അവർ യാത്ര തുടരുന്നത് നക്ഷത്രത്തിന്റെയും പ്രവാചക ഗ്രന്ഥത്തിന്റെയും വെളിച്ചത്തിലാണ്. യഹൂദ മതഗ്രന്ഥത്തിന്റെ പിൻബലമില്ലാതെ യാത്ര തിരിച്ച ജ്ഞാനികൾ ഇപ്പോൾ അതിന്റെ സഹായത്തോടെ ലക്ഷ്യസ്ഥാനത്തേക്ക് നീങ്ങുന്നു. യഹൂദ പ്രമാണികൾ ക്രിസ്തുവിന്റെ ജനനം എവിടെ ആയിരിക്കുമെന്ന് വായിച്ച് അറിയുന്നുണ്ടെങ്കിലും ആ അറിവ് അവരെ അന്വേഷണത്തിലേക്ക് നയിക്കുന്നില്ല. എന്നാൽ ജ്ഞാനികൾ അറിയുക മാത്രമല്ല, അന്വേഷിക്കുകയും ചെയ്യുന്നു. അന്വേഷണം അവരെ ബെത്ലഹേമിൽ മറിയത്തിന്റെയും ജോസഫിന്റെയും ഭവനത്തിൽ കൊണ്ടെത്തിക്കുന്നു. അവിടെ അവർ തങ്ങളുടെ യാത്രയുടെ ലക്ഷ്യം പൂർത്തീകരിക്കുന്നു. ആരാധന. ലക്ഷ്യം കണ്ട സന്തോഷത്തിന്റെ അടയാളമായി അവർ വിലയേറിയ സമ്മാനങ്ങൾ കാഴ്ചവെക്കുന്നു. കാഴ്ചവസ്തുക്കൾക്ക് പിൽക്കാലത്തിൽ ലഭിച്ച പ്രതീകാത്മക വ്യാഖ്യാനങ്ങൾ പൊന്ന് യേശുവിൻ്റെ രാജ്യത്വം, കുന്തുരുക്കം യേശുവിൻ്റെ ദിവ്യത്വം, മീറ യേശുവിൻ്റെ അമർത്യത, ഇത് മത്തായി വിഭാവന ചെയ്തതല്ല. 3 കാഴ്ചവസ്തുക്കൾ നൽകിയതിൽ നിന്നാകണം ജ്ഞാനികളുടെ എണ്ണം 3 പരിമിതപ്പെടുത്തിയത്. ജ്ഞാനികളുടെ മടക്കവും ദൈവത്തിൻ്റെ മറ്റൊരു ഇടപെടലായി മാറുന്നു. അത് ഹെറോദേസിന്റെ അവസരവാദപരമായ നിലപാടിന് വെല്ലുവിളിയാകുന്നു. പ്രിയമുള്ളവരെ, യേശുവിൻ്റെ ജനനത്തോടുള്ള 3 പ്രതികരണങ്ങൾ ഈ വചനഭാഗത്ത് നമുക്ക് കാണാൻ കഴിയും. 1, വെറുപ്പിന്റെ പ്രതികരണം. ഹെറോദേസ് രാജാവിന്റെ നേതൃത്വത്തിൽ ഒരു കൂട്ടം ആളുകൾ യേശുവിനെ നശിപ്പിക്കാൻ പദ്ധതിയിട്ടു. 2, നിസ്സംഗത, ഇൻഡിഫറൻസ്. പുരോഹിതന്മാരും നിയമജ്ഞരും അടങ്ങുന്ന ഒരു കൂട്ടർ യേശുവിനെ അവഗണിച്ചു. ബെത്ലഹേമിൽ ജനിക്കും എന്നറിയാമായിരുന്നിട്ടും അവർ നിസ്സംഗത പ്രകടിപ്പിക്കുകയാണ്. 3, ആരാധന. 3ാമത്തെ ഗ്രൂപ്പിലെ അംഗങ്ങളായ ജ്ഞാനികൾ യേശുവിനെ ആരാധിക്കുകയും അവിടത്തേക്ക് തങ്ങളെ തന്നെ സ്വയം സമർപ്പിക്കുകയും ചെയ്തു. നാം ഈ 3ാമത്തെ ഗ്രൂപ്പിൽ ഉൾപ്പെടുന്നുവെന്ന് ഉറപ്പാക്കണം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.